നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഈ ടൗണിലെ പുതിയ SI യാ. തന്റെ മുതലാളി ഒന്ന് കാണാൻ വന്നതാ. പെർമിഷൻ എടുത്തായിരുന്ന? ഇത് കളക്ടർ ഓഫീസ് ഒന്നുമല്ലല്ലോ. അയാളെ വിളിക്കണോ? സാറേ, ഞാനിവിടെ ഉണ്ട്. ആ, താൻ എത്തിയോ? തന്റെ പേര് കുറെ കംപ്ലൈന്റ് ഒക്കെ സ്റ്റേഷനിൽ വരുന്നുണ്ടല്ലോ. ഈ പോക്കുപോയ താൻ ഉടനെ അകത്താവും. സാറേ, അത്യാവശ്യം ഗുണ്ടായുസൊക്കെ ആയിട്ട് വളർന്നു വന്നൊരു കോടീശ്വരനാണ് ഞാൻ. അതുകൊണ്ട് ശത്രുക്കൾ ഒരുപാടുണ്ട്. അതെനിക്ക് മനസ്സിലായി. സാറിനറിയോ, ചോര കണ്ടറപ്പ് മാറിയ കയ്യായത്. പോത്തിന്റെ മൂരിയുടെ എന്തുവാ മുതലാളി കൊണ്ട് ഇറച്ചി കച്ചവടമല്ലായിരുന്നു പണി. മിണ്ടായിരുന്നു. താനീ ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ് ഒന്നും ആരും കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതിയോ? ഇതൊക്കെ ഇപ്പൊ ഇവിടെ നിർത്തുന്നതാണ് തനിക്ക് നല്ലത്. സാറിന് എന്നെ ശരിക്കും അറിയില്ല. അതെന്താ, തനിക്ക് 2 കൊമ്പുണ്ടോ? ബാബു, സാറിന് എന്നെ ശരിക്കും പരിചയമില്ല എന്ന് പറഞ്ഞു കൊടുത്തേ. ഡോ, ഇതെന്റെ പ്രകാശ മുതലാളിയാ. വയസ്സ് 56. ശ്രദ്ധിച്ചു കേട്ടോ. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, 2 ഭാര്യമാര്, 4 പിള്ളേര്, 2 കുടിച്ചുപട്ടികൾ. ആദ്യത്തെ പട്ടിയുടെ പേര് കൈസർ, രണ്ടാമത്തെ പട്ടിയുടെ പേര്. താനെ തന്നെ കളിയാക്കുവാ വല്ലോ മിസ്സായ. ആ പിന്നെ, ഇങ്ങനെ കണ്ടത്ത് ക്രിക്കറ്റ് കളിക്കാനും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാനും മിടുക്കന. തനിക്ക് പോലീസിനെ പേടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ആക്കിയെടുത്തോളാം. എന്റെ മുതലാളിക്ക് രേമാനെ പേടിയില്ലടോ. ഓഹോ, പണ്ട് പോലീസിനെ കാണുമ്പോൾ മുണ്ടും പൊക്കി ഓടിയിരുന്ന മനുഷ്യനാ. പണ്ട് ചാരായം കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് ബോധം പോയ ഇങ്ങനെ ഞാൻ ഗ്ലൂക്കോസ് കൊടുത്താൽ എണീപ്പിച്ചോണ്ട് വന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ മാറി ഇല്ലയോ മുതലാളി? എന്താ മുതലാളി ഇങ്ങനെ നോക്കുന്നത്? ഇനി ആ വാ തുറന്നാല് ഈ ചെരുപ്പൂരി ഞാൻ അണ്ണാക്കിലടിച്ച് കയറ്റും. ഇപ്പൊ ഞാൻ പോവാ. തന്നെ ഞാൻ എടുത്തോളാം. എടുക്കണ്ട, പുള്ളി നടന്നോളും. താനും നീങ്ങി വന്നേ. പോരാ മുതലാളി. കാശുമില്ല തരാനാണ്. കുറെ നേരം അവന്റെ ഒരു കുണുകുണു. ഉണ്ടാക്കാം. സംസാരിക്കുന്നതിനിടെ കയറി ഉണ്ടാക്കരുത്, മനസ്സിലായോ? ഒരു ട്രാൻസ്ഫർ മണക്കുന്നുണ്ട്.